നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ പാലൂരിന്റെ പകലിരവുകളെ ഭക്തിയിൽ ആറാടിക്കുന്ന പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹാരഥോത്സവത്തിന് കൊടിയേറി. തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റൽ ചടങ്ങുകൾ നടന്നത്. ഇനിയുള്ള 7 ദിനരാത്രങ്ങളിൽ പാലൂരപ്പന് രഥോത്സവ നാളുകളാണ്. മതസൗഹാർദ്ദത്തിന്റെ മഹോന്നത ഭൂമി പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹാരഥോത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും ആഘോഷങ്ങളാലും പാലൂരിന്റെ പകലിരവുകളെ ഭക്തിനിർഭരമാക്കുന്ന രഥോത്സവത്തിന്റെ കൊടിയേറ്റൽ ചടങ്ങിന് ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇനിയുള്ള 7 ദിനരാത്രങ്ങൾ പാലൂരിന് ഉത്സവമാണ്. പാലൂരപ്പന്റെ ദർശന പുണ്യം തേടി ഭക്തർ പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും. പാലൂരപ്പന്റെ പ്രധാന വഴിപാടായ ഒരു കുടം പാലും പഴവും ഭക്തർക്ക് സമർപ്പിക്കാനുള്ള അവസരവും മഹാരഥോത്സവ നാളിലാണ്. സർവൈശ്വര്യം ഫലസിദ്ധിയായ വഴിപാട് കഴിക്കുന്നതിനും രഥോത്സവത്തിൽ പങ്കെടുക്കുന്നതിനും ഭക്തരുടെ അകമഴിഞ്ഞ സാന്നിധ്യമുണ്ടാകണമെന്ന് പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ പറഞ്ഞു. രഥോത്സവത്തിന് പാലൂരപ്പൻ്റെ തൃക്കൊടിയേറ്റ് എന്ന ചടങ്ങ് ഇവിടെ നടന്നിരിക്കുകയാണ്. ഇനിയുള്ള നാളുകൾ പാലൂരിൻ്റെ രാവും പകലും ഉത്സവ നാളുകളാണ്. രഥോത്സവത്തിൻ്റെ സമാപന ദിവസമായ മഹാരഥോത്സവം ഫെബ്രുവരി മാസം 11-ാം തീയതി ചൊവ്വാഴ്ച കാലത്ത് 3 മണിക്ക് ഭഗവാന്റെ നട തുറപ്പും അതിനുശേഷം വർഷത്തിലൊരു ദിവസം മാത്രം നടക്കുന്ന വിശേഷ വഴിപാട് ഒരു കുടം പാലും പഴവും എന്നുള്ള ഒരു ചടങ്ങ് വിശേഷ വഴിപാടാണ്. അതൊരു വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതിന് ഒരവസരം കൂടിയാണ് ഭക്തജനങ്ങൾക്ക്. എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും തൈപ്പൂയ രഥോത്സവം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവ്വം പാലൂരപ്പൻ്റെ നാമധേയത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിവിധങ്ങളായ ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രഭൂമി സാക്ഷ്യം വഹിക്കുക. വിശേഷാൽ വഴിപാടുകളും പൂജകളും രഥമെഴുന്നള്ളിപ്പും നടക്കുന്നതിനോടൊപ്പം ക്ഷേത്രം ദണ്ഡായുധപാണി ഓഡിറ്റോറിയത്തിൽ വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളും നടക്കും. ഫെബ്രുവരി 9 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത ദക്ഷിണേന്ത്യൻ നർത്തകിയും അഭിനേത്രിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് 2025 ഷൺമുഖ പുരസ്കാരം സമ്മാനിക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിന്റെ ഭാഗമാകും. ഫെബ്രുവരി 11 നടക്കുന്ന മഹാരഥോത്സവ നാളിൽ ഗജവീരന്മാരുടെയും പൂക്കാവടിയുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടിയുള്ള വിശേഷാൽ വരവ്, രഥമെഴുന്നള്ളിപ്പ് എന്നിവയുടെ ഭാഗമാകാൻ നിറഞ്ഞ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുക. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ക്ഷേത്രത്തിൽ ജാതിമത ഭേദമന്യേയുള്ള ഉത്സവത്തിനാണ് നാട് സാക്ഷ്യം വഹിക്കുക. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.